Bosco Campus Vision. This is the 9th lecture on entrepreneurship development. Now we move on to the second module of this subject. Module name is Entrepreneurial Environment. Entrepreneurial environment, it is a combination of factors that play an important role in the development of entrepreneurship. The entrepreneurs are not born, but they are made right from the childhood. There are some environmental factors around the entrepreneur are the parents, friends, teachers, school atmosphere, neighborhood, and the society around him. Let us see what is the meaning of entrepreneurial environment. There are some factors which influence people's willingness and ability to do entrepreneurial activities, and these factors are collectively called entrepreneurial environment. And the factors are economic, social factors, cultural factors, legal factors, political factors, which are all influencing people's willingness and ability to undertake an entrepreneurial activity. Definition of entrepreneurial environment. Entrepreneurial environment is a combination of various factors and forces within which various small, medium and large enterprise operates. These factors may have positive and negative influences on the emergence and development of entrepreneurship. Positive factors are the facilitative factors that help in the development of entrepreneurship. Negative factors are the factors that discourage and retard the development of entrepreneurship. സാമ്പത്തികവും സാമൂഹികപരവും അതുപോലെ തന്നെ സാംസ്കാരികപരവുമായിട്ടുള്ള പല ഘടകങ്ങളും ഓൺടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ സാമൂഹികവും സാമ്പത്തികപരവും അതുപോലെ നിയമപരമായിട്ടുള്ള ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഓൺടർപ്രണൂറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിനകത്താണ് നമ്മുടെ സ്മോൾ സ്കെയിൽ ആയാലും മീഡിയം സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് മുഴുവനും നിൽക്കുന്നത്. ഓൺടർപ്രണൂറിയൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് ഫെസിലിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓൺടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് കൂടുതൽ സ്വാധീനിക്കുകയും അത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയ സംരംഭകരെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനേക്കായിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യും. നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ അത് റിട്ടാർഡ് ചെയ്യുകയാണ്, വളർച്ചയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല, ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടില്ല. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിലും പുതിയ ഓൺടർപ്രണേഴ്സ് ഉണ്ടാകണമെന്നില്ല. അപ്പം പോസിറ്റീവ് ഫാക്ടേഴ്സും നെഗറ്റീവ് ഫാക്ടേഴ്സും ഈ ഒരു ഓൺടർപ്രണൂറിയൽ എൻവയോൺമെൻറ്റിനകത്തുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഘടകങ്ങളെ എല്ലാം കൂടിയാണ് നമ്മൾ ഓൺടർപ്രണൂറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. There are some factors which influence entrepreneurial development. The main important factors, they are, first one is political stability and government policy, then presence of experienced entrepreneurs and skilled labor force, accessibility of suppliers and customers of new markets, social recognition for an entrepreneur, family background and parental influence. These are the main important factors that affect entrepreneurial development. അപ്പം ഒന്നാമത്തെ നോക്കിയാൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ഗവൺമെൻറ് പോളിസി. മാറി വരുന്ന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ അവരെടുക്കുന്ന പലതരത്തിലുള്ള വ്യാവസായിക നയങ്ങളും ഇൻഡസ്ട്രിയലായിട്ട് വരുന്ന പോളിസീസും എല്ലാം തന്നെ പുതിയ സംരംഭകരെ സംബന്ധിച്ച് പുതിയ ആൾക്കാരെ ആയാലും ശരി നിലനിൽക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം പുതിയ ഗവൺമെൻറ് വരുവാണെങ്കിൽ ചില ഗവൺമെൻറ്റുകൾ ഒരുപാട് രീതിയിലുള്ള സബ്സിഡീസും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സും എല്ലാം കൊടുക്കും ടു അട്രാക്റ്റ് ന്യൂ entrepreneurs or to attract new ventures. So
ഒന്നാമത്തെ ഫാക്ടർ അത്. ഇനി രണ്ടാമത്തേതാണ് സെക്കൻഡ് വൺ ഈസ് പ്രസൻസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഓണ്ടർപ്രണേഴ്സ് ആൻഡ് സ്കിൽഡ് ലേബർ ഫോഴ്സ്. ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഒരാൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിൽ നിന്നും കുറച്ച് അഡ്വൈസുകൾ സ്വീകരിക്കുവാനായിട്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും അതുപോലെ തന്നെയും നല്ല രീതിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെയും ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ആക്സസിബിലിറ്റി ഓഫ് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ന്യൂ മാർക്കറ്റ്സ്. നമ്മൾ പുതിയൊരു മാർക്കറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നതിനേക്കായിട്ട് സപ്ലയേഴ്സിനെയും അതുപോലെ തന്നെ അതിന് ഉള്ള കസ്റ്റമേഴ്സിനെയും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുവാൻ തന്നെയും പുതിയ ഓണ്ടർപ്രണേഴ്സിനെ അത് അട്രാക്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ റെക്കഗ്നിഷൻ ഫോർ ആൻ ഓണ്ടർപ്രണർ. ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു റെക്കഗ്നിഷൻ അവർക്ക് തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതല്ല, പുതിയ ആശയങ്ങളും ഐഡിയാസും ഒക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റ് മുഴുവൻ നോക്കുന്നുണ്ട്. അതിൽ ഒരു ഫാക്ടറായ സോഷ്യൽ റെക്കഗ്നിഷൻ മറ്റുള്ള ഓണ്ടർപ്രണേഴ്സിന് കിട്ടുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തയ്യാറായി നിൽക്കുന്ന സംരംഭകനെ സംബന്ധിച്ച് അയാൾ മുന്നോട്ട് വരികയും പുതിയ സംരംഭങ്ങൾ അദ്ദേഹം തുടങ്ങുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പേരൻ്റൽ ഇൻഫ്ലുവൻസ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഫാമിലിയിലുള്ള മെമ്പറാണ്. അപ്പം ഒരു വ്യക്തി ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പുതിയൊരു സംരംഭം തുടങ്ങി നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അത് സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാം തന്നെയും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് പേരൻ്റൽ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസ് എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് കണ്ട് വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ബിസിനസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പം ഇത്രയും ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഓണ്ടർപ്രണൂറിയൽ ഡെവലപ്മെൻറ്റ്.